എനിക്ക് 25 താറാവ് 10 പാറ്റയുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. ഇതുപോലെ ചെറിയൊരു ഷെഡുണ്ട്, അതിൻ്റെ അകത്ത് അറക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പുറത്ത് കുറച്ച് സൈഡിൽ വല ഇട്ടിരിക്കുക. പിന്നെ അടിയിൽ ഇതുപോലെ ടാർപ്പ വിരിച്ചിട്ടുണ്ട്, കറുത്ത ടാർപ്പ, വില കുറഞ്ഞത്. അപ്പം അടുത്തുള്ള ആൾക്കാർക്ക് സ്മെല്ലടിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരെ വളർത്താതിരിക്കുന്നു. ഒന്നും സ്മെല്ലടിക്കാത്ത ഒരു രീതിയാണ് ഇതിപ്പം. അപ്പം അടുത്തുള്ള ആൾക്കാർക്ക് വാടക അടിക്കാത്ത ഒരു രീതിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. പുറത്ത് ഏറ്റവും കുറഞ്ഞ ഒരു ടാർപ്പ വാങ്ങിക്കുക, 100 രൂപയുടെ ടാർപ്പ വാങ്ങിച്ചത് നിരത്തി വിരിച്ചിടുക. വിരിച്ചിട്ടുമ്പോൾ ഒരു സൈഡിൽ ഏറ്റവും ഒരു അറ്റത്തോ 2 3 പാത്രത്തിൽ വെള്ളം വെക്കുക. ഇതുപോലെ വെള്ളം വെക്കുക. പിന്നെ ഇതുപോലെ വിരിച്ചിടുക. രാവിലെ നമ്മൾ 2-3 പാത്രത്തിൽ തീറ്റി വെക്കുക. തീറ്റി വെച്ചിട്ട് രാവിലെ ഇറക്കി വിടുമ്പോൾ ആ തീറ്റിയൊക്കെ തിന്ന് വരുമ്പം നമ്മളത് ഈ ഷെഡിൻ്റെ അകത്തോട്ട് തന്നെ കയറ്റി അവിടെ അടച്ചോണം. അടച്ചു കഴിയുമ്പോൾ അധികം പുറത്ത് തൂർത്തില്ല. തൂർന്നാൽ മൊത്തം ഈ അറക്കപ്പൊടിക്കകത്താണ്. അറക്കപ്പൊടിയും നമ്മൾ ഇടണം, അറക്കപ്പൊടിക്കകത്താണ്. അപ്പോൾ ഈ പുറത്ത് ടാർപ്പടം ഉണ്ടെങ്കിൽ അറക്കപ്പൊടി ഇടല്ല, അത് നമുക്ക് വൃത്തിയായിട്ട് കിടന്നോളും. അപ്പോൾ കൂടുതൽ വാടയടിക്കത്തില്ല. ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ ചെയ്തത്, അതിനെ കൂട്ടിന്ന് അറക്കപ്പൊടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. കൂട്ടിന്ന് ഞാൻ ഇറക്കി വിട്ടു. അത് കൂട്ടിന്ന് ഇറക്കി വിട്ടു. ടാർപ്പടം മണ്ടയുള്ള എല്ലാം ഞാൻ കഴുകിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് പുറത്തൊരു ചെറിയ ടാങ്കും കിട്ടണം. ഈ കഴുകിവിടുന്ന വെള്ളം അതിൻ്റെ അകത്ത് പോവുകയും വേണം. അങ്ങനെ ഇറക്കി വിട്ടുമ്പോൾ വീണ്ടും ഞാൻ അകത്ത് കയറ്റിയിരിക്കുക. അപ്പം ടാർപ്പ വൃത്തിയായി കിടക്കുക. ഉണ്ടോ? ഇനിയും ഉച്ചയ്ക്ക് വൈകിട്ട് ഒന്ന് ഇറക്കി വിട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കയറ്റും. അപ്പോൾ കയറ്റി നമുക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം. ഇതുപോലെ വല വാങ്ങിച്ച് അടിച്ചാൽ മതി, എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് വാടക അടിക്കാതിരിക്കും. പിന്നെ പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കുകയും ചെയ്യുക, വേറെ കാര്യം. വാടക അടിച്ചില്ലെങ്കിലും പരാതി കൊടുക്കും. അപ്പോൾ നമുക്ക് പുറത്ത് ഈ വെള്ളം പോകാൻ വേണ്ടി ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കണം. ആ ടാങ്കിലോട്ട് നമ്മൾ ഈ കഴുകി വിടുന്ന വെള്ളം അങ്ങോട്ട് പോയിക്കോളും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് അറക്കപ്പൊടി വാരി നമുക്കത് വീട്ടിൽ വളമായിട്ട് ഉപയോഗിക്കാം, കൃഷിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാം. ചാക്കിൻ്റെ അകത്ത് വെച്ചാൽ മതി. അപ്പം ഇതേ ഉള്ളൂ. ചിന്തേരി പൊടിക്കാണെങ്കിൽ നമുക്ക് ഒരു പൈസയും കൊടുക്കണ്ട. പിന്നെ 10-20 രൂപ കൊടുത്താൽ നഷ്ടമില്ല. ചിന്തേരി പൊടി അത് വാങ്ങിച്ചിട്ടാൽ മതി. അറക്കപ്പൊടി വേണ്ട, ചിന്തേരി പൊടി മതി, വാങ്ങിച്ചിട്ടാൽ മതി. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന, അധികം വാടകയടിക്കാത്ത രീതിയിൽ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാം. കണ്ടോ എന്ത് വൃത്തിയായിട്ടാണ് എടുക്കണം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10-25 താറാവിനെയൊക്കെ വളർത്താൻ പറ്റും. ഇതും വാടകയടിക്കത്തില്ല. പിന്നെ വാടകയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാം, അത് വേറൊരു ഇനം. കണ്ടോ? ഇപ്പോൾ സന്ധ്യപാടായി. താറാവെല്ലാം കുളിച്ച് കഴിഞ്ഞ് ആഹാരം എല്ലാം തിന്നു കഴിഞ്ഞു. ഇനി കൂട്ടി കയറ്റാൻ പോവുക. താറാവും 10 പാത്രയുണ്ട്. ഇനി സന്ധ്യയ്ക്ക് ഇത് കഴുകി വൃത്തിയാക്കും. പുറത്തിട്ടങ്ങനെ പ്ലാസ്റ്റിക് ഇത് വൃത്തിയാക്കും. എന്നിട്ട് അവനെ അതിൻ്റെ അകത്തിട്ട് എല്ലാം ശരിക്കും അടച്ചിടും. അതിൻ്റെ അകത്ത് അറക്കപ്പൊടി നാളെ രാവിലെ മാറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടം ഉണങ്ങി വൃത്തിയായി കിടക്കും. ഉണ്ടോ? ആണ് നമ്മൾ അന്നന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ വാടക എടുക്കും. ഈ അറക്കപ്പൊടി നമ്മൾ ഒരു ദിവസം, അടുത്ത ദിവസം രാവിലെ വാരിക്കളഞ്ഞില്ലെങ്കിൽ വാടക എടുക്കും. വാരിക്കളയരുത്, ഇത് ചാക്കിൻ്റെ അകത്താക്കി കെട്ടി വെച്ചാൽ മതി. കൃഷിക്ക് കൊണ്ടിടാം.
ഉണ്ടോ എല്ലാം കുടിച്ച് റെഡിയായിരിക്കണം.